morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay. Next chapter 26 ആയിട്ടാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? 29. Okay. Okay. 29 right. Okay. Then start ചെയ്യാം. Introduction. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. എന്താണ് obstetrics എന്ന് പറഞ്ഞാല്? Obstetrics and gynecology services deals with the process of childbirth. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് obstetrics എന്ന്? Yes. എന്താണ്? ഗർഭം, പ്രസവം, then പ്രസവാനന്തര അതായത് പോസ്റ്റ് കെയർ, പ്രീനാറ്റൽ കെയർ തുടങ്ങിയ എന്നിവയിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണെന്ന് obstetrics എന്ന് പറയുന്നത്. Deals with the process of childbirth, ഡെലിവറി പ്രോസസ് അല്ലെ? അതിനെയാണ് നമ്മൾ obstetrics എന്ന് പറയുന്നത്. അതായത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന എല്ലാ ഘടനകളും അതില് ഉൾപ്പെടുന്നു, എല്ലാ വിഭാഗങ്ങളും അതില് obstetricsല് ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അതായത് ഗർഭപാത്രം, അണ്ഡാശയം എന്നീ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയാണ് എന്ത്? obstetrics എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, പ്രസവ ചികിത്സ. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു മിക്ക ആൾക്കാരും തന്നെ ഒരു സ്റ്റേറ്റസിൽ കൂടി കടന്നുപോയതായിരിക്കാം അല്ലെ? Okay. Notable functional area of the maternity wards are ഇനി ഏതൊക്കെ ഫംഗ്ഷനിലാണ് ഈ മെറ്റേണിറ്റി വാർഡ് തരം തിരിച്ചിരിക്കുന്നത്? ഏതൊക്കെ ഏരിയയാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്? നോക്കാം ഏതൊക്കെയാണ്. റിസീവിംഗ് ഏരിയ, then examination area, pre-delivery room, delivery or labor room, post-delivery observation room. ചാപ്റ്റർ 26 അല്ല, നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി, നമ്പർ നോക്കണ്ട. പലതിലും പലതായിട്ടാണ് കിടക്കുന്നത്, എന്താണെന്നറിയില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, മെറ്റേണിറ്റി വാർഡ്സ് എങ്ങനെയാണ്? റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ എന്താണ്? റിസീവിംഗ് ഏരിയ എന്തായിരിക്കാം? ഒരു ലേബർ റൂമിലെ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, കൺസൾട്ട് ചെയ്യുന്ന റൂം ആണോ? ഇതായിരിക്കാം. എന്നാലോചിച്ച് നോക്കിയേ. ബേബി എടുക്കുന്ന റൂമാണോ റിസീവിംഗ് ഏരിയ? പേഷ്യന്റിനെ അതായത് പേഷ്യന്റിനെ സ്വീകരിക്കുന്ന സ്ഥലം, ഫസ്റ്റ് ഗർഭിണിയെ സ്വീകരിക്കുന്ന ഒരു ഏരിയ ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഡെലിവറി ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീനെ സ്വീകരിക്കുന്ന ഒരു ഏരിയ ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്.
Then examination area. എന്താണ് examination area? ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്തു കൺസൾട്ട് ചെയ്യുന്ന ഏരിയ, എക്സാമിൻ ചെയ്ത് പരിശോധിക്കുന്ന ഏരിയയാണ് അടുത്തതായി വരുന്നത്. ദെൻ പ്രീ ഡെലിവറി റൂം. എന്താണ് പ്രീ ഡെലിവറി റൂം? ഡെലിവറിക്ക് മുൻപുള്ള ആ ഒരു റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഡെലിവറിയോ ലേബർ റൂം, അതായത് ഡെലിവറിയുടെ ആ ഒരു സജീവ ഘട്ടം, ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലേബർ റൂം ആണ് അല്ലെ. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ദ ഡെലിവറി അല്ലെ, ഡെലിവറിക്ക് ശേഷം ഒബ്സർവ് ചെയ്യുന്ന റൂമാണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, ഏതൊക്കെ ഏരിയ ആണുള്ളത്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം ആൻഡ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? മെറ്റേണിറ്റി വാർഡ്സിന്റെ ഏതൊക്കെ ഏരിയ ആണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് ഒബ്സ്റ്റെറിക്സ് എന്ന് പറഞ്ഞാല്? ഒബ്സ്റ്റെറിക്സ് എന്താണ്? ഒബ്സ്റ്റെറിക്സ് യെസ്, പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഓക്കെ, ആൻഡ് റിലേറ്റഡ് ടു ഡെലിവറി. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഒരു ലേബർ റൂം? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ഓൾറെഡി നിങ്ങൾ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് പേരെങ്കിലും ഇതിലുണ്ടാവും അല്ലേ? അല്ലേ? യെസ്. ഓക്കെ, ചെയ്യാത്തവരുണ്ടാകാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്കപ്പം എന്താണെന്ന് നോക്കാം. ലേബർ റൂം ആൽസോ നേംഡ് ആസ് ബർത്തിങ് യൂണിറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്താണ് ആ ലേബർ റൂമിനെ മറ്റൊരു പേരിലോ അറിയപ്പെടുന്നത്? എന്താണ്? ഹോസ്പിറ്റലിലെ ബർത്തിങ് യൂണിറ്റ് എന്ന പേരിലോ അറിയപ്പെടുന്നു. യെസ്, ബർത്തിങ് യൂണിറ്റ് എന്നും ലേബർ റൂമിനെ അറിയപ്പെടുന്ന ഒരു മറ്റൊരു പേരാണ്. Birthing unit in the hospital is where childbirth takes place. Is one of the most versatile room in the hospital. ഈ ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈൽഡിനെ സ്വീകരിക്കുന്ന റൂമാണ്. അത് മാത്രമല്ല, എന്താണ്? വേഴ്സറ്റൈൽ ആയിട്ടൊരു റൂമാണ്. അതായത് വൈവിധ്യമാർന്നിട്ടുള്ള ഒരു റൂം ഫെസിലിറ്റിയാണ് എന്തിനുള്ളത്? ലേബർ റൂമിനുള്ളത്. ഓക്കെ, കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. വളരെയധികം സൗകര്യങ്ങളുള്ള, സൗകര്യപ്രദമായിട്ടുള്ള ഒരു വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്നിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു പ്ലേസ് ആണ് എന്ത്? ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, which grants special facilities assuring. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ ഫെസിലിറ്റീസ് ആണ് അവിടെ നൽകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉറപ്പു നൽകുന്നത്? സേഫ് പ്രീനാറ്റൽ കെയർ അല്ലെ. പ്രീനാറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീനാറ്റൽ കെയർ ഗർഭകാല പരിചരണം അല്ലെ, ഗർഭപരിചരണം. അതുപോലെ തന്നെ എന്താണ്? ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയറോ ഫോർ മദേഴ്സ് ആൻഡ് ഇൻഫാന്റ്സ്. ഒരു ലേബർ റൂമിലെ പ്രധാനമായിട്ട് എന്താണ് നടക്കുന്നത്? ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ് ഇൻഫാന്റ്സ്. ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാറ്റൽ കെയർ യെസ്, ആഫ്റ്റർ ഡെലിവറി കെയർ ആണ്. കുഞ്ഞിനും അമ്മയ്ക്കും നൽകുന്ന ഗർഭകാല ആ ഒരു പരിചരണം, ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു പരിചരണം നടക്കുന്നത് ലേബർ റൂമിലാണ്. ഓക്കെ, a pregnant woman will go to the delivery room when she is the active phase of labor. A pregnant woman will go to the delivery room when she is the active phase of a labor. എന്താണ് പറയുന്നത്? ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ അവരുടെ സജീവ ഘട്ടത്തിലാണ് അല്ലെ, ലാസ്റ്റ് ഫേസിലാണ് ഒരു ലേബർ റൂമിലേക്ക് അവരെ മാറ്റുന്നത് അല്ലെ. അതിന് മുന്നേ എന്താണ്? റിസീവിംഗ് ഏരിയയിലും എക്സാമിനേഷൻ ഏരിയയിലും പ്രീ ഡെലിവറി ഏരിയയിലൊക്കെ ആയിരിക്കും അവര് ആദ്യത്തെ ഘട്ടങ്ങളില്
ഉണ്ടാവുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫേസ് ആണ് എന്ത്, ഒരു ലേബർ ഫേസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് പ്രസവത്തിന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ്, ആ സ്റ്റേജിലാണ് എന്ത് സംഭവിക്കുന്നത്, കുഞ്ഞുണ്ടാകുന്നത് അല്ലെ. യെസ്, ഡെലിവറി നടക്കുന്നത്. അതാണ് ഏറ്റവും ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. This unit is devised to handle birth for women, minor surgery and procedures. Okay, അപ്പൊ എന്താണ്, കുഞ്ഞിന്റെ ജനനം മാത്രമല്ല ചെറിയ രീതിയിലുള്ള മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബർ റൂമിലെ സർജറി പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കാം? അതെ, എന്തെങ്കിലും തരത്തിലുള്ള സിസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ദെൻ ആഫ്റ്റർ ദ സർജറി എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള, അതായത് നമുക്കിപ്പോ സ്റ്റിച്ച് ഇടുന്ന ഒരു അവസ്ഥ വരാം. അതായത് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാവുന്ന സമയത്ത് എന്തെങ്കിലും കീറാനുള്ള അവസ്ഥ അല്ലെ, എന്തെങ്കിലും ഒരു സർജറി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരാം. അതായത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് പുറത്ത് വരുന്നില്ല എന്നൊരവസ്ഥയാണെങ്കിൽ സി സെക്ഷൻ ചെയ്ത് ചെറിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ്, ആ ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ എന്താണ്, സ്റ്റിച്ച് ഇടുന്നു. 1, 4, 2 അങ്ങനെയൊക്കെ സ്റ്റിച്ച് ഇടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതാണ് അവിടെ സർജറി ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. യെസ്, സൈസുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് കുഞ്ഞിന്റെ തല കൃത്യമായി പുറത്തേക്ക് വരാൻ ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരാം. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, ആ ഒരു ഏരിയക്ക് അതൊന്ന് കുറച്ചുകൂടി ഓപ്പൺ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ രീതിയിലൊരു മിനിമൽ പ്രൊസീജിയർ അവിടെ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലൊന്നല്ല, ചെറുതായിട്ട്. അതിനുശേഷം എന്താണ്, അവിടെ സ്റ്റിച്ച് ഇടുന്നത്. ആ ഒരു പ്രൊസീജിയർ മാത്രമാണ് ലേബർ റൂമിൽ നടക്കുന്നത്. ഓക്കെ, യെസ്, സ്മോൾ ആയിട്ടുള്ള ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ എന്താണ് ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബർ റൂമിനെ നമ്മള് മറ്റൊരു പേരിൽ പറയുന്ന പേരാണ് എന്ത്, ബർത്തിങ് യൂണിറ്റ് എന്നല്ലേ. ഹോസ്പിറ്റലിലെ ബർത്തിങ് യൂണിറ്റ് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ലേബർ റൂമിൽ നൽകുന്നത്? Special facilities assuring safe prenatal care and delivery and immediate postnatal care for the mothers and infants. Infants ആരാണെന്ന് അറിയാലോ? ഇൻഫാന്റ് ആരെങ്കിലും അറിയാത്തവരുണ്ടോ? ഇൻഫാന്റ് കുഞ്ഞ്, ബേബി എന്നർത്ഥമാണ് കേട്ടോ. ഇൻഫാന്റ് ശിശു മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ ആ ഭാഗം ക്ലിയർ ആണോ? യെസ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് നോക്കി. The labor delivery recovery room. The labor delivery recovery room, LDR. ഇനി റിക്കവറി റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഡെലിവറി റിക്കവറി റൂമിൽ ചെയ്തു വരുന്നത്? Are in charge of accommodating all kind of delivery, providing maximum assurance and efficient obstetrical care. ലേബർ ഡെലിവറി LTR-ലാണ് എന്ത് നൽകുന്നത്? മാക്സിമം അഷുറൻസ് കെയറുകളും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസുമാണ് എവിടെയുള്ളത്? ഒരു LTR-ൽ ഉള്ളത്. അതായത് ആഫ്റ്റർ ദ ഡെലിവറി, പ്രസവത്തിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും നല്ല രീതിയിലുള്ള പരിചരണത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും എവിടെ ഉണ്ടായിരിക്കും? ഒരു ലേബർ ഡെലിവറി റിക്കവറി റൂമില് ഉണ്ടായിരിക്കും. അത്തരത്തിൽ നല്ലൊരു രീതിയിലുള്ള ഒബ്സ്റ്ററിക്കൽ കെയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രസവാനന്തര പരിചരണമാണ് അവിടെ നൽകുന്നത്. In certain healthcare institutions, LDR also known as LGRP suites. ഇനി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസില് ഈ LGR-നെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? LGRP. എന്താണ് LGRP എന്ന് പറഞ്ഞാല്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. LGR എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അറിയുന്ന മറ്റൊരു പേരാണ് എന്ത്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം, LGRP. ഇമ്പോർട്ടന്റ് ആണ് LGRP. ഓക്കെ,
It is one of the particular of the obstetrical department that grants all required clinical facilities. ഏതൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ നൽകുന്നത്? ക്ലിനിക്കൽ ഫെസിലിറ്റീസ് നൽകുന്നു. ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരു LTR പ്രൊവൈഡ് ചെയ്യുന്നത്. സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്സ്, സഫീഷ്യന്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഉപകരണങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക? LTR ഉണ്ടായിരിക്കുക. ദെൻ കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതാണ് മറ്റ് എല്ലാ റിസോഴ്സസും, മറ്റെല്ലാ വിഭവങ്ങളുടെയും ലഭ്യതകള് എന്താണ് ഒരു LTR കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ഗർഭിണിക്ക് വേണ്ട അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈവിധ്യമായിട്ടുള്ള റൂമാണിത് ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ ആണോ? ഇതിനെ മറ്റൊരു പേരിൽ എന്താണ് അറിയപ്പെടുന്നത്? LTRP, Labor Delivery Recovery and Postpartum. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നമ്മള് ഇൻട്രൊഡക്ഷൻ എന്താണ് ഒബ്സ്റ്ററിക്സ് എന്ന് പറഞ്ഞു, മെറ്റേണി വാർഡ് ഏരിയാസ് എത്രണ്ണമാണെന്ന് പറഞ്ഞു, റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി ആൻഡ് ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ലേബർ റൂമിലും ലേബർ ഡെലിവറി റിക്കവറി റൂമിലുള്ളതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഭാഗം നോക്കിക്കോട്ടെ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? Yes. Then location. ഇനി ലേബർ റൂമിലെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കാം? ഒരു ലേബർ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഹോസ്പിറ്റലില് വളരെ ഒരു ഓപ്പൺ പ്ലേസിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. No. അല്ല, ഓപ്പൺ ആയിട്ടൊരു സ്പേസിലായിരിക്കില്ല വരുന്നത് അല്ലെ. This section should be located in a convenient but isolated area. The labor room remote must be reachable from the entrance of the department to study, away from unnecessary specific while also providing privacy to patients. അതായത് എന്താണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം? ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തുമായിരിക്കണം. പക്ഷെ എന്താണ് കൺവീനിയന്റ് ആയിട്ട് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ആ റൂം അവിടെ സെറ്റ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, മെയിൻ ആയിട്ട് അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ പ്രൈവസി ആണ് അല്ലെ. ഗർഭിണികളുടെ, അതായത് പ്രഗ്നന്റ് വുമൻസിന്റെയും കുഞ്ഞുങ്ങളുടെയും പ്രൈവസി ആണ് അവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള പൊല്യൂഷൻസോ മറ്റ് മലിനീകരണങ്ങളൊന്നും തന്നെ അവർക്ക് എന്താണ് ഉണ്ടാകാനായിട്ട് പാടില്ല. യാതൊരു വിധത്തിലുള്ള അണുവിമുക്തമായിട്ടൊരു അന്തരീക്ഷമൊന്നും അതിന് ചുറ്റുവട്ടം പാടുള്ളതല്ല. മാത്രമല്ല എന്താണ് OT-യിൽ നിന്നും ഒരുപാട് ദൂരെയും ആവാൻ പാടില്ല. അതായത് ഒരു ലേബർ റൂമിൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കാം ആളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ട് വരും അല്ലെ. നിയർ ടു ദ OT ആയിരിക്കണം അല്ലെ. അതായത് ഒരുപാട് ദൂരെയും ആവാൻ പാടില്ല, എന്നാല് അടുത്തും ആകാൻ പാടില്ല. ഒരു ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കണം ഈ ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ പ്രധാനമായിട്ടും പറയേണ്ടത്. പേഷ്യൻസിന്റെ പ്രൈവസി ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡിസൈൻ എങ്ങനെയാണ് ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്? Labor room must be enough size with large doors allowing passage of the bed or stretcher with the attendants. എങ്ങനെയായിരിക്കണം ഒരു റൂം എന്ന് പറയുന്നത്? അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം ലേബർ റൂമിന്റെ?
ഇനഫ് സൈസ് ഉണ്ടായിരിക്കണം അല്ലെ. ഇനഫ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം സ്പേസ്, വലിയ സൈസുള്ള റൂംസ് ആയിരിക്കണം. റൂംസും ആയിരിക്കണം, വലിയ വലിപ്പമുള്ള ഡോറുകളുമായിരിക്കണം. പാസേജസ് എങ്ങനെയായിരിക്കണം? പാസേജ് എങ്ങനെയായിരിക്കണം? Enough size with the large doors allowing passage of the bed or structure with that. So wide ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആ ലേബർ റൂമിന്റെ പ്രത്യേക ഡിസൈൻ ആണ് അല്ലേ. അവിടെ യാതൊരു വിധത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. വളരെ ഈസി ആയിട്ട് ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അതിന്റെ റൂംസും ഡോർസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇനി ഒരു ലേബർ റൂം കോംപ്ലക്സിലെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? അതായത് ആ ലേബർ റൂമിന്റെ റൂമില് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്? ഓക്കെ, the labor room complex should have enough lights അല്ലെ. ധാരാളം ലൈറ്റ്സുകൾ അവൈലബിൾ ആയിരിക്കും. പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കും. പവർ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കപ്പ് എന്ന് പറഞ്ഞാല് പവർ ബാക്കപ്പ് വെന്റിലേഷൻ, ജനറേറ്റർ സൗകര്യങ്ങൾ. അതായത് വൈദ്യുതി യാതൊരു വിധത്തിൽ എന്താണ് നിൽക്കാൻ പാടില്ല അല്ലെ. അപ്പൊ എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പവർ ബാക്കപ്പ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ജനറേറ്റർ, അത് ജനറേറ്റർ സൗകര്യങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. വെന്റിലേഷൻ, നല്ല രീതിയിലുള്ള വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം. ട്രയേജ് ഏരിയ. ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയേജ് ഏരിയ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലേബർ റൂം പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവരെ ഇവിടെ റെസിക്യൂട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ, എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജസ് വരുന്ന സമയത്ത് ട്രയേജ് ഏരിയയിലേക്ക് ആണ് മാറ്റുന്നത്. അപ്പോൾ ട്രയേജ് ഏരിയ ലേബർ റൂമിന്റെ ഒരു പ്രത്യേകമായിട്ട് ഇമ്മീഡിയറ്റ് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയേജ് ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എമർജൻസിക്ക് വേണ്ടിയിട്ട്. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ അറിയാലോ. ക്ലീനിങ് സപ്ലൈ നടക്കുന്ന സ്ഥലം. ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ് സച്ച് ആസ് ടവൽസ് ആൻഡ് ലിനൻ എക്സെട്ര. ഓട്ടോക്ലേവ് നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്? ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ഓട്ടോക്ലേവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓട്ടോക്ലേവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മള് ഈ ഹാർംഫുൾ ബാക്ടീരിയ എന്ന് പഠിച്ചിട്ടില്ലേ? ഹാർംഫുൾ ബാക്ടീരിയസിനെ ശൂന്യമാക്കുന്ന ഒരു എന്താണ് ഉപകരണമാണ് എന്താ? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, അതർ എക്യുപ്മെന്റ്സുകളും ടവൽസ് ആൻഡ് ലിനൻസ്. നമ്മുടെ ഗർഭപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള ടവൽസും മറ്റ് വസ്ത്രങ്ങളൊക്കെ എവിടെയായിരിക്കും? ഈ ഒരു ലേബർ റൂമിന്റെ അകത്താണ് ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. This area should be designed to block out sound. ഈ ഏരിയയിൽ എങ്ങനെയായിരിക്കണം സൗണ്ട് എന്ന് പറയുന്നത്? ഈ പ്രദേശം എങ്ങനെയുള്ളതായിരിക്കണം? സൈലൻസ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരിക്കണം അല്ലെ. ഈ പ്രദേശത്ത് യാതൊരുവിധ ശബ്ദ മലിനീകരണങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. Ensuring that patient can experience optimal comfort and relaxation. ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു പീരീഡ് ആണ് അല്ലെ. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം അവിടെ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ലേബർ റൂമിൽ കഴിയുന്ന ആ ഒരു ഗർഭിണിക്ക് പൂർണ്ണമായും കിട്ടേണ്ടത് കംഫർട്ട്നെസ് ആണ് അല്ലെ. നല്ല രീതിയിൽ റിലാക്സ് ആയാൽ മാത്രമേ നല്ല രീതിയിലൊരു ലേബർ ഡെലിവറി അവിടെ അവർക്ക് സാധ്യമാകുള്ളൂ അല്ലെ. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു പീരീഡിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഒരുപാട് വേരിയേഷൻസ്, BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നു. ദെൻ അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറാനും ചാൻസസ് ഉണ്ട്. അപ്പൊ പേഷ്യന്റിന് കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം എന്താ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഏരിയ ആയിരിക്കണം ലേബർ റൂം. ഓക്കെ, ദെൻ ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ, ഒബ്സർവേഷൻ ആൾസോ അവൈലബിൾ. ഇത് മാത്രമല്ല ആരോഗ്യ പരിശോധിക്കുന്നതിനും അവരുടെ ഒബ്സർവ് ചെയ്യുന്നതിനും ആളെ പ്രിപ്പയർ ആക്കുന്നതിനും പ്രസവത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കും? ലേബർ റൂമില് ഉണ്ടായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കാനുള്ളത് ഇനഫ് ലൈറ്റ്സ്, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ സൗകര്യം, ട്രയേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ,
autoclaved supplies and common supplies such as towels and linens. To block out sound, then ensuring patients can experience optimal comfort. Patients comfortable ആക്കുക. Then അവർ എക്സാമിൻ ചെയ്യാനും പ്രിപ്പയർഡ് ആവാനും ഒബ്സർവ് ചെയ്യാനുള്ള രീതിയിലുള്ള അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് അവിടെ ചൂടൊക്കെ ഉണ്ട്? ചൂട് കൂടുതലാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഫാൻ ഇട്ടിട്ടും വേർക്കുക. കറണ്ടില്ല, എവിടെയും കറണ്ടില്ല, ഇൻവെർട്ടറിലാണ്. ഇന്നലെ മഴ പെയ്തോ നിങ്ങൾക്ക്? ഇടി വെട്ടി നല്ല മഴയായിരുന്നു. ഉണ്ടായിരുന്നോ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഉണ്ടായിരുന്നോ? ഭയങ്കര ചൂടാ. ഇതൊന്നും മഴയ്ക്ക് ശേഷം ഇത്ര ചൂട്. ഇടിമിന്നൽ ഉണ്ടായില്ലേ? ഭയങ്കര ഇടിമിന്നലായിരുന്നു. ഇടിമിന്നല്, ഇടിവെട്ട്, ഞങ്ങളുടെ ചെടികളൊക്കെ പോയി. ചെറിയ കാറ്റും ഉണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി അങ്ങനെ കഠിനമായ മഴയായിരുന്നു. നിങ്ങൾ എറണാകുളത്തെ കുട്ടികളുണ്ടോ? എറണാകുളം ജില്ല. എറണാകുളം, യെസ്, ആതിര രാജ്. തൃശ്ശൂർ ഉണ്ടോ? കാസർഗോഡ്, മുക്കാട്ടുപടി. എറണാകുളം അല്ലേണോ മുക്കാട്ടുപടി? കൊല്ലം, മലപ്പുറം ആണോ? MP മലപ്പുറം, ആലപ്പുഴ, ചാലക്കുടി, പാലക്കാട്, പത്തനംതിട്ട. ബാംഗ്ലൂർ, കൃഷ്ണി ബാലകൃഷ്ണൻ. ബാംഗ്ലൂർ എവിടെയാണോ? ബാംഗ്ലൂർ താൻ എവിടെയാണ്? ഇലക്ട്രോണിക്സ്. ഒരാൾ കൂടി ഉണ്ടോ? കൃഷ്ണി ബാലകൃഷ്ണൻ എവിടെയാണ് സ്ഥലം? ശരി, ഇനി നമ്മുടെ ഈ ലേബർ റൂം കോംപ്ലക്സില് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലേബർ റൂം സോണുകള് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ITR labor delivery and recovery complex can be divided into 3 zones. ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോൺ എന്തൊക്കെയാണ് അതിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റ് ഓഫ് administrative area, then waiting area and public utility etc. എന്തൊക്കെ കാര്യങ്ങളാണ് അൺസ്റ്റെറൈൽ സോണിലുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. ഓക്കെ, ITR. LTR. Okay, labor delivery room. Okay, ലേബർ ഡെലിവറി റിക്കവറി റൂമിന്റെ 3 സോൺസിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? അൺസ്റ്റെറൈൽ സോൺ. സെക്കൻഡ് സോൺ ആണ് എന്ത്? പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തെല്ലാം വരുന്നുണ്ട്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. പ്രൊട്ടക്റ്റീവ് സോണിലാണ് ചേഞ്ച് റൂം വരുന്നത്, ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന റൂം വരുന്നു. ദെൻ പ്രീ ലേബർ റൂം. പ്രീ ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ലേബർ റൂം ഡെലിവറിക്ക് മുൻപുള്ള ഒരു പീരീഡ് പ്രീ ലേബർ റൂമിലാണ്. അത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്, ബിഫോർ ദ ഡെലിവറി. ദെൻ മെഡിസിൻ സ്റ്റോർ ആൻഡ് ഡ്യൂട്ടി റൂം. മെഡിസിൻ സ്റ്റോറും ഡ്യൂട്ടി റൂമും ഒക്കെ പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഇനി ഡെലിവറി സോൺസ്. ഡെലിവറി സോണിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം. ക്ലീൻ സപ്ലൈ റൂം ആയിട്ടുണ്ട്.
സ്ക്രബ് സ്റ്റേഷൻ വരുന്നു ആൻഡ് ഡെലിവറി റൂം. ക്ലീൻ സപ്ലൈ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ സപ്ലൈ സ്ക്രബ് സ്റ്റേഷൻ. സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ക്ലീൻ ചെയ്യുന്നതിനായിട്ടുള്ള റൂമാണ് ക്ലീൻ സപ്ലൈ റൂം എന്ന് പറയുന്നത്. അതെ, സ്ക്രബ് സ്റ്റേഷൻ ആണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. അതായത് എന്തൊക്കെ വരുന്നുണ്ട് അവിടെ? സ്ക്രബ് സ്റ്റേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടാം? ഡെലിവറി സ്റ്റേജിലാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും? എന്തൊക്കെ പ്രൊസീജിയർ സ്ക്രബ് സ്റ്റേഷൻ വരുന്നു? എക്യുപ്മെന്റ്സ് ക്ലീൻ, ഓക്കെ. മാത്രമല്ല സ്റ്റെറിൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഓക്കെ. പിന്നെ എന്താണ്? പേഷ്യന്റുമായി ഒരു ഗർഭിണിയുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സ്ക്രബ് സ്റ്റേഷനിൽ വരുന്നുണ്ട്? അതായത് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ്, ഡെലിവറി ഫേസിലേക്ക് പോകുന്നതിന് മുമ്പാണ് എന്താണ് സ്ക്രബ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവരുടെ വയറ് കഴുകാൻ പറ്റില്ലേ? വയറ് കഴുകുന്നത് വാഷ്റൂമിൽ വെച്ചിട്ട് വയറ് കഴുകുന്നത്. അതായത് യാതൊരുവിധ മലവിസർജനങ്ങളൊന്നും തന്നെ ആകാൻ പാടില്ല, അല്ലെ? എന്താണ് ആ ഡെലിവറി ഏരിയ, ആ വജൈനയുടെ ഭാഗങ്ങളൊക്കെ എന്താണ് ക്ലീൻ ചെയ്യുന്നു. ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നത് ഈ സ്ക്രബ് സ്റ്റേഷൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ. എനിമ നൽകിയതിനു ശേഷം എന്താണ് മലവിസർജനങ്ങൾ കൃത്യമായിട്ട് നീക്കം ചെയ്യപ്പെടും. അതിനുശേഷമാണ് ഡെലിവറി റൂമിലേക്ക് മാറ്റുന്നത്. ആ ഒരു സമയത്താണ് ഡെലിവറി. ഓക്കെ. ഇപ്പൊ പ്രധാനമായിട്ട് 3 സോൺസ് ആണുള്ളത്: അൺസ്റ്റെറൈല്, പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെലിവറി സോൺസ്. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ സൗകര്യങ്ങളും ആവശ്യകതകളുമാണ് ഒരു ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, സൗകര്യങ്ങളും ആവശ്യകതകളും. ഓക്കെ. എന്തൊക്കെ ഉണ്ടാവും? നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, അല്ലെ? നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസർ, വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, duty rooms, toilet facilities, cloth changing area. Then rooms designed for the storage of equipments and medicines. Then sterilizing facilities. Then clinical areas. Tiled and anti-skid flooring. Centrally air conditioned. Okay, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്? ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, അല്ലെ? ലേബർ വാർഡിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാകും. സൂപ്പർവൈസർക്ക് ഒരു ഓഫീസ് ഉണ്ടാവും, പ്രത്യേകമായിട്ടൊരു ഓഫീസ് ഉണ്ടാകും. വെയിറ്റിംഗ് റൂംസ്, അല്ലെ? ലേബർ റൂമിന് പുറത്തായിട്ട് നമ്മളെ വെയിറ്റിംഗ് റൂംസ് കാണാൻ സാധിക്കും, അല്ലെ? പേഷ്യന്റിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ റൂംസ് ഉണ്ടാകും, ചെയർസ് ഒക്കെ ഉൾപ്പെടുന്നവ. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒന്ന് മലയാളം പറയുമ്പല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. വെയിറ്റിംഗ് റൂം, നഴ്സിംഗ് സ്റ്റേഷൻ പ്രത്യേകിച്ച് പറയേണ്ടത്. ഡ്യൂട്ടി റൂംസുകൾ, അല്ലെ? ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ. പിന്നെന്താണ്?
റൂം ഡിസൈൻ ഫോർ ദ, അതായത് എക്യുപ്മെന്റ്സും മെഡിസിൻസുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക റൂംസുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. ദെൻ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, ടൈൽഡ് ആൻഡ് ആന്റി സ്ലിപ്പ് ഫ്ലോറിംഗ്. അതെന്താണ് പറയുന്നത്? ആന്റി സ്ലിപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് അതായത് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്ലിപ്പ് ആവാത്ത തരത്തിലുള്ള ഒരു ഫ്ലോറിംഗ് ആയിരിക്കും, ടൈൽസ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ലോവർ റൂമില് ഉണ്ടായിരിക്കുക. സ്ലിപ്പ് ആവാത്ത, മനസ്സിലായോ? അതിരിപ്പുള്ള ഫ്ലോറിങ്സ് ആയിരിക്കും എവിടെയുണ്ടാവുക? ലോവർ റൂമില് ഉണ്ടായിരിക്കുക. സെൻട്രലി എയർ കണ്ടീഷൻ, അറിയാലോ, എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂംസുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് മനസ്സിലായോ? Yes. Okay. സമയങ്ങൾ ഉണ്ടല്ലോ, അടുത്ത ഭാഗം നോക്കാലോ. ലേബർ വാർ പ്രോട്ടോകോൾസ് നോക്കിയാലോ നമുക്ക്. ലേബർ വാർ പ്രോട്ടോകോൾസ്, എന്തെല്ലാം പ്രോട്ടോകോൾസ് ആണ് ലേബർ വാർഡില് പാലിക്കേണ്ടത്? ഓക്കെ. പ്രോട്ടോകോൾസ് ഫോർ ദ ലേബർ വാർഡ് ഓഫർ the protocol for the labor ward offer explicit instructions for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. Okay, ഇതിന്റെ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതായത് ആ വാർഡിന്റെ പ്രവർത്തനങ്ങള് കൈകാര്യം ചെയ്യുന്നതിനും അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും എന്താണ്? അത് മാത്രമല്ല, ഗർഭിണികൾക്ക് മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നതിനും എന്താണ്? മികച്ച രീതിയിലുള്ള വൈദ്യസഹായം, മെഡിക്കൽ കെയർ നൽകുന്നതിനും ഇത്തരം കാര്യങ്ങളാണ് അത് ലേബർ വാർഡ് പ്രോട്ടോകോൾസിൽ പ്രധാനമായും ഉൾപ്പെടുത്തി വരുന്നത്, അല്ലെ? എന്താണ്? വാർഡിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക, അതുപോലെ തന്നെ എന്താണ്? പ്രഗ്നന്റ് ലേഡീസിന് നല്ല രീതിയിലുള്ള വൈദ്യസഹായം നൽകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്രോട്ടോകോൾസ് ആർ in regard to the എന്തൊക്കെയാണ്? Administration policies encompasses the duties and obligation of administrative and professional responsibilities, the criteria for admission, traffic control, ward regulation and disaster management. Okay, അപ്പൊ പ്രോട്ടോകോൾസിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? എന്തൊക്കെയാണ് പറയുന്നത്? അതായത് അവിടെ പ്രത്യേകമായ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഒക്കെ അവിടെ ഒബ്ലിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളില്? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ. ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ അഡ്മിഷൻ ആണ് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞാല്? പേഷ്യന്റിന്റെ അഡ്മിഷൻ അല്ലെ, ഡെലിവറി പ്രഗ്നന്റ് വുമന്റെ, അതായത് പ്രഗ്നന്റ് പേഷ്യന്റിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ പ്രോസസ്സർ ഉണ്ടാവും. ദെൻ ട്രാഫിക് കൺട്രോൾസ് ആൻഡ് വാർഡ് റെഗുലേഷൻസ്. എന്താണ്? വാർഡ് നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ലേബർ വാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളോ ഉണ്ടായാൽ അതൊന്നും കൂടി മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ഈ ലേബർ വാർഡുമായി ബന്ധപ്പെട്ട് അവരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, അതിൽ തന്നെ പറയുന്ന മറ്റു പോയിന്റ് ആണ് എന്താ? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്, ഓവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ന്യൂ ബോൺ കെയർ എക്സെട്ര. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ക്ലിനിക്കൽ ശുപാർശകൾ നടക്കണം അല്ലെ, ഇൻപേഷ്യന്റ് കെയർ. അത് മാത്രമല്ല എന്താണ്? മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ അല്ലെ, പ്രസവത്തിന് ശേഷം അതിന് മുന്നുള്ള കെയറുകൾ, ആൻഡ് ന്യൂ ബോൺ കെയർ അല്ലെ, പുതിയ ന്യൂ കെയർ ആഫ്റ്റർ ഡെലിവറി. ന്യൂ ബോൺ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ബോൺ
ന്യൂബോൺ ആരാണ്? യെസ്, ഇൻഫാന്റ് കെയർ അല്ലെ, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിചരണങ്ങളൊക്കെ എന്താണ് ആ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുത്തുന്നവയാണ്. ഓക്കെ, ലേബർ ടേബിൾ. ലേബർ ടേബിൾ എന്താണ് ഒരു ലേബർ ടേബിൾ എന്ന് പറഞ്ഞാല്? ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. എന്താണ് ഒരു ലേബർ ടേബിൾ എന്ന് പറഞ്ഞാല്? ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ ദ ഡെലിവറി അല്ലെ, ഡെലിവറിക്ക് ഉപയോഗിക്കുന്ന ടൂൾസും എക്യുപ്മെന്റ്സും ആണ് എന്തിലുണ്ടാവുക? ലേബർ ടേബിളില് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ എക്യുപ്മെന്റ്സും ടൂൾസുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും? എന്തൊക്കെയാണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് റേഡിയന്റ് വാർമർ. റേഡിയന്റ് വാർമർ, യെസ്. ലേബർ ടേബിൾ എന്ന് പറയുന്നത് ഡെലിവറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ, ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകളും ടൂൾസുകളും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് എന്താ ലേബർ ടേബിൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് എന്താ? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോച്ചൽ ഡ്രോപ്ലർ, ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. ഓക്കെ, അപ്പോ എന്താണ് റേഡിയന്റ് വാർമർ എന്ന് പറഞ്ഞാല്? റേഡിയന്റ് വാർമർ, യെസ്, കുഞ്ഞിനെ ചൂടിലിടുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? ആ ചൂടിലിടുക അല്ലെ, അതായത് ചില ബേബീസിന് എന്താണ് ചൂടിലിടേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലെ. പ്രൊവൈഡ് ആൻ ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് അല്ലെ, ഒരു ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഇൻക്യുബേറ്റർ. യെസ്, ഇൻക്യുബേറ്റർ, അതാണ് എന്താ റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കോൾഡ് ക്ലൈമറ്റ് ഒട്ടും തന്നെ പാടില്ല. അവർക്ക് ഹോട്ട് ആയിട്ടുള്ള ഒരു, അതായത് ഹീറ്റ്ലെസ് ഇൻ സം ന്യൂ ബോൺ ബേബീസ്. ഇതിൽ എന്തായിരിക്കണം? കീപ്പിംഗ് ദ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം ആ ഒരു ടെമ്പറേച്ചർ. ഓക്കെ, സ്റ്റെറിലൈസേഴ്സ് എന്താണ്? സ്റ്റെറിലൈസേഴ്സ് എന്ന് പറഞ്ഞാല് സ്റ്റെറിലൈസേഴ്സ് സ്റ്റെറിലൈസേഴ്സ് ഈ റേഡിയന്റ് വാർമറിന്റെ പിക്ചർ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. യെസ്, ക്ലീനിങ് ഏജന്റ് ആണ് സ്റ്റെറിലൈസ് അല്ലെ, എല്ലാ തരത്തിലുള്ള ക്ലീനിങ് പ്രോസസ്സും അവിടെ നടക്കുന്നു. ദെൻ ഫോച്ചൽ ഡ്രോപ്ലർ എന്താണ്? ഫോച്ചൽ ഡ്രോപ്ലർ എന്ന് പറഞ്ഞാല് ഫോച്ചൽ ഡോപ്ലർ അതായത് ഹൃദയമിടിപ്പ് അളക്കുന്നത് അല്ലെ. എന്തിന്റെ ഹൃദയമിടിപ്പ്? എന്തിന്റെ ഹൃദയമിടിപ്പാണ് നോക്കുന്നത്? ഓക്കെ, എന്തിന്റെയാണ്? കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഫോച്ചൽ ഡ്രോപ്ലർ എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ആണ് അല്ലെ, ഇതൊരു അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ആണിത്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? കണ്ടിട്ടുണ്ടോ ഫോച്ചൽ ഡ്രോപ്ലർ? കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നമ്മൾ എങ്ങനെയാണ്? അതിങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് ഉപയോഗിച്ച് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റൊമക്കിൽ, അതായത് നമ്മുടെ വയറിലെ എന്താണ് ഒരു ജസ്റ്റ് ഒരു എന്താണ് ലിക്വിഡ് പുരട്ടുകയും അതിലേക്ക് ഈ മെഷീൻസ് ഇങ്ങനെ വെച്ചു കൊടുക്കും. ദെൻ അതിങ്ങനെ സൈഡിലൊക്കെ നമ്മുടെ അവർക്കൊരു അതിന്റെ പൊസിഷൻസ് അറിയാം ഡോക്ടേഴ്സിന്. ആ പൊസിഷൻസിലേക്ക് ഈ മെഷീൻ ഇങ്ങനെ മാറ്റി 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 പോകണം. ഹാർട്ട് ബീറ്റ് എവിടെയാണ് കൃത്യമായി കിട്ടുന്ന രീതിയിൽ ആ ബീറ്റ്സ് എത്രയാണെന്നുള്ളത് അതിൽ ആ മെഷീൻസിൽ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, അത് അറിയില്ലേ ഫോച്ചൽ ഡ്രോപ്ലർ? അതായത് കുഞ്ഞിനൊരു അനക്കം ഉണ്ടായ ടൈം തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങി ഒരു 9 month വരെ ഇത് എന്തായാലും ചെയ്തിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഫോച്ചൽ ഡ്രോപ്ലർ. ഓക്കെ, യെസ്. ഇനി എന്താണ് ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫി? ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് ഫോച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്താണ്? അതായത് ആ പ്രഗ്നന്റ് സമയത്തും അതുപോലെ എന്താണ്
ഡെലിവറി ടൈമിൽ എന്താണ് ആ ഹൃദയമിടിപ്പും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കൺട്രാക്ഷൻസ് പീരീഡ് അല്ലെ, ആ ഒരു എന്താണ് ഗർഭസങ്കോചത്തിനെയും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ഒരു ഉപകരണമാണ് എന്ത് ഫോർച്ചർ ടോക്കോ കാർഡിയാഗ്രാം എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് ബീറ്റ് അളക്കുന്ന മറ്റൊരു മെഷീൻ. ഓക്കെ, അതായത് ഗർഭകാലത്തും പ്രസവ സമയത്ത് ആ ഡെലിവറി പീരീഡിലും അതിന് മുന്നുള്ള പീരീഡൊക്കെ അളക്കുന്ന ഹൃദയമിടിപ്പ് അളക്കുന്ന മറ്റൊരു ഉപകരണമാണ് എന്ത് ഫോർച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമുക്ക് കൺട്രാക്ഷൻസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ഷൻ എന്താണ്? യെസ്, പെയിൻ വരുന്ന ടൈം അല്ലെ, ഇത്തരത്തിൽ നമ്മളുടെ പെയിൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഡെലിവറിയുടെ ഒരു കണക്ക് കൂട്ടൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നോർമൽ ഡെലിവറി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പൊ ഇത്തരം ടൂൾസുകളാണ് പ്രധാനമായിട്ടും ലേബർ ടേബിളില് ഉണ്ടായിരിക്കുക. റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോർച്ചർ ഡോപ്ലർ ആൻഡ് ഫോർച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ്. ഓക്കെ ആണോ? യെസ്, ഓക്കെ. These tools and accessories need to be cleaned, set aside and dried after each use. എന്താണ് ഈ ടൂൾസുകൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യുകയും അത് ഉണക്കി വെക്കുകയും ചെയ്യണം അല്ലെ. അത് ക്ലീൻ ചെയ്യുക, അത് ഡ്രൈ ആയിട്ട് എന്താണ് നല്ല ഉപയോഗിച്ചതിന് ശേഷം അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുകയും മാത്രമല്ല അത് ഉണക്കി വെച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഇവയെല്ലാം. Okay, all labor room equipments must be in good functioning order and be prepared for usage according to staff. എന്താണ് ലേബർ റൂമിൽ എക്യുപ്മെന്റ്സിലൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം? ഗുഡ് ഫങ്ഷനിങ്ങിലായിരിക്കണം അല്ലെ. ഗുഡ് ഫങ്ഷനിങ്, നല്ല രീതിയിലുള്ള പ്രവർത്തിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കണം ലേബർ റൂമിൽ ഉണ്ടായിരിക്കേണ്ടത്. സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണം അതിന്റെ ഫങ്ഷനിങ് ചെയ്തു വെക്കേണ്ടത്. ഓക്കെ, ഓക്കെ, ഇന്നത്രയും മതി. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നോ? നമ്മള് ഫ്രൈഡേ വിൽഡ്രോസിന്റെ ക്ലാസ് എടുത്തായിരുന്നില്ലേ? ഫ്രൈഡേ ടീച്ചർ അല്ലേ എടുത്തത്? വെന്റിലേറ്റർ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ നിങ്ങൾക്ക്? മോക്ക് ടെസ്റ്റിന്റെ കിട്ടിയായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്യണോ കേട്ടാ. എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടാവും ചിലപ്പോ. എന്തെങ്കിലും ഇന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ പറഞ്ഞ എന്താണ് ഒബ്സ്റ്ററിക്സ് എന്ന് പറഞ്ഞാല് 2 days സെയിം ക്വസ്റ്റ്യൻ വന്നു അല്ലെ. അത് ടീച്ചർ കഴിഞ്ഞ ദിവസം ലീവായിരുന്നു. അപ്പോ ക്വസ്റ്റ്യൻ തരാനായിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് തന്നെ കിട്ടോട്ടോ നിങ്ങൾക്ക്. ഓക്കെ, കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, അപ്പോ ഇന്ന് തന്നെ കിട്ടും. ഓക്കെ, വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേടോ എന്താണ് ഒബ്സ്റ്ററിക്സ്? ആതിര രാജ്. ഓക്കെ, പറഞ്ഞോളൂ. മാർട്ടിൻ, എന്താണ് ഒബ്സ്റ്ററിക്സ്?
മാർട്ടിൻ. പ്രസവ ചികിത്സ. ഓക്കെ. മെറ്റേണിറ്റി വാർഡിൽ ഏതൊക്കെ ഏരിയാസ് ആണുള്ളത്? അടുത്ത ആള് പറഞ്ഞേ. മെറ്റേണിറ്റി ഏരിയയിൽ ഏതൊക്കെ വാർഡ്സ് ആണുള്ളത്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ. Then ലേബർ റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തെല്ലാം ഫെസിലിറ്റീസ് ആണുള്ളത്? നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, സൂപ്പർവൈസേഴ്സ് ഓഫീസ് ഉണ്ടാവും, വെയിറ്റിംഗ് റൂം ഉണ്ടാവും, സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, rooms designed for the storage of equipment and medicines, sterilizing facilities, clinical area, tiled and anti-skid flooring, centrally air conditioned. Okay. What is LGR? LDR. LGR. Labor delivery. Labor delivery. Recovery. Labor recovery area. LGR. Labor delivery, recovering and postpartum. Yes, okay. Then സോൺസ് ആണ് പ്രധാനമായിട്ടുള്ളത്. LGR-ലെ സോൺസ് ആണുള്ളത്. അൺസ്റ്റെറിലൈസ്ഡ് സോൺ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, ഡെലിവറി സോൺ. Three zones. Okay. Then ഏതൊക്കെ ടൂൾസ് ആണ് ഒരു ലേബർ ടേബിളിലുള്ളത്? ടൂൾസ് ആണ്. ഏതൊക്കെ ടൂൾസ് ആണുള്ളത്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസർ, ഫീച്ചർ ഡ്രോപ്ലർ, ഫീച്ചർ ടെക്കോ, കാർഡിയോഗ്രാഫ്. Okay. Then measures to maintain safety നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് വരണമെന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ. താങ്ക് യു. ചെയ്തോളൂ. Thank you.